കാനനവാസനായ അയ്യപ്പൻ വാണരുളുന്ന പുണ്യസങ്കേതമാണ് സന്നിധാനം. 18 മലകൾക്ക് നടുവിൽ 18 പടികൾക്ക് മുകളിൽ കുടികൊള്ളുന്ന അയ്യപ്പന്റെ തിരുസന്നിധി ഭക്തർക്ക് ആശ്രയ കേന്ദ്രമാണ്. കലിയുഗവരദന്റെ തിരുസന്നിധാനത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1260 മീറ്റർ ഉയരത്തിലാണ് 18 മലകൾക്ക് നടുവിലായി ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മല കയറിയെത്തുന്ന ഓരോ ഭക്തൻ്റെയും കണ്ണിലേക്ക് എത്തുന്ന ആദ്യ ദൃശ്യമാണ് എനിക്ക് പിന്നിലുള്ളത്. തറനിരപ്പിൽ നിന്നും 40 അടി കൂടി ഉയരത്തിലാണ് ഭഗവാന്റെ തിരുസന്നിധാനം സ്ഥിതി ചെയ്യുന്നത്. ഈശ്വരൻ വസിക്കുന്ന ഇടമെന്നാണ് സന്നിധാനത്തിൻ്റെ അർത്ഥം. പമ്പയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര കരിമല, നീലിമല, അപ്പാച്ചിമേട് പിന്നിട്ട് ഈ മലമുകളിലെത്തും. കഠിനമായ മലകയറ്റത്തിൻ്റെ ആയാസങ്ങളെല്ലാം ഒരു നിമിഷത്തിൽ അലിഞ്ഞു പോകുന്ന ആത്മനിർവൃതി ഇവിടെ എത്തുമ്പോൾ ഓരോ ഭക്തനും അനുഭവിക്കുന്നു. ഇരുമുടിക്കെട്ടേന്തി എത്തുന്ന ഭക്തകോടികൾക്ക് നിത്യതാപസനരികിലെത്താൻ ഒരേ ഒരു മാർഗം, പൊന്നും 18-ാം പടി. 18 മലകളെ പ്രതിനിധീകരിക്കുന്നു 18 പടികൾ. ആ പടികൾക്ക് കാവലാളായി കറുപ്പസ്വാമിയും കറുപ്പായി അമ്മയും വലിയ കടുത്ത സ്വാമിയും. 5 ഇന്ദ്രിയാനുഭവങ്ങൾ, 8 രാഗങ്ങൾ, 3 ഗുണങ്ങൾ, അവിദ്യ, വിദ്യ എന്നിവയെ സൂചിപ്പിക്കുന്ന 18 പടികൾ 18 മലകളെ പ്രതിനിധീകരിക്കുന്നുവെന്നും വിശ്വാസം. പൊന്നും 18-ാം പടി കയറിയെത്തിയാൽ വേദാന്തപ്പൊരുൾ, തത്വമസി എന്ന തിരിച്ചറിവിലേക്ക്. 18 പടികൾ കയറിയെത്തിയാൽ ഭഗവാന്റെ തിരുസന്നിധാനം. കാനനവാസൻ ഇരുന്നരുളുന്ന പൊന്നിൻ ശ്രീകോവിലും കൊടിമരവും സോപാനമുഖവുമൊക്കെ ഈ സവിധത്തിൽ സ്ഥിതി ചെയ്യുന്നു. കന്നിമൂല ഗണപതിയും നാഗരസ്വാമിയും അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലിന് തൊട്ടു സമീപം തന്നെ സന്നിധാനത്ത് സ്ഥിതി ചെയ്യുന്നു. 1950-ലുണ്ടായ തീപിടുത്തത്തിൽ ശബരിമല ശ്രീകോവിലും വിഗ്രഹവും പൂർണ്ണമായി നശിച്ചിരുന്നു. ഇന്ന് കാണുന്ന ശ്രീകോവിൽ പിന്നീട് നിർമ്മിച്ചതാണ്. പഞ്ചലോഹ നിർമ്മിത വിഗ്രഹമാണ് ഇന്ന് ശ്രീകോവിലിനുള്ളിലുള്ളത്. പൊന്നണിഞ്ഞ് ശബരീശ ശ്രീകോവിലിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കന്നിമൂല ഗണപതിയും നാഗർ ശ്രീകോവിലുമുണ്ട്. സന്നിധാനത്ത് നിന്ന് ഏകദേശം 100 മീറ്റർ മാറി മാളികപ്പുറം ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. സുഹൃതകാനനത്തിൻ്റെ മടിത്തട്ടിൽ ഭക്തകോടികൾക്ക് ആശ്രയമായി പവിത്രമായ കാനനക്ഷേത്രവും കലിയുഗവരദനും കാലാതീതമായി വിളങ്ങുകയാണ്. സന്നിധാനത്ത് നിന്നും അജയൻ നാർക്കൊപ്പം ഗോകുൽ രമേശ്, ജനം.